ശാന്തി. 10/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മായയെ വശത്താക്കാനുള്ള മന്ത്രമാണ് മന്മനാഭവ. ഈ മന്ത്രത്തിൽ എല്ലാ വിശേഷതകളും അടങ്ങിയിരിക്കുന്നു. ഈ മന്ത്രം നിങ്ങളെ പവിത്രമാക്കി മാറ്റുന്നു. ചോദ്യം: ആത്മാവിൻ്റെ സേഫ്റ്റിയുടെ നമ്പർ 1 ഉപാധി എന്താണ്? എങ്ങനെ? ഉത്തരം: ഓർമ്മയുടെ യാത്ര തന്നെയാണ് സേഫ്റ്റിയുടെ നമ്പർ 1 ഉപാധി. കാരണം ഈ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ ക്യാരക്ടർ നന്നാകുന്നത്. നിങ്ങൾ മായയുടെ മേൽ ജയം നേടുന്നു. ഓർമ്മയിലൂടെ പതീത കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമാകുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് ബലം വരുന്നത്. ജ്ഞാനവാളിൽ ഓർമ്മയുടെ മൂർച്ച വേണം. ഓർമ്മയിലൂടെ തന്നെയാണ് മധുരവും സതോപ്രധാനവുമാകുന്നത്. ആരെയും അതൃപ്തമാക്കില്ല. അതിനാൽ ഓർമ്മയുടെ യാത്രയിൽ ദുർബലമാകരുത്. സ്വയം തന്നോട് ചോദിക്കണം, നമ്മൾ എത്രത്തോളം ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്? ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ദിവസവും ജാഗ്രത തീർച്ചയായും നൽകേണ്ടതുണ്ട്. ഏതൊന്ന്? സേഫ്റ്റി ഫസ്റ്റ്. സേഫ്റ്റി എന്താണ്? ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ വളരെയധികം സേഫായിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. കുട്ടികളായ നിങ്ങൾ എത്രത്തോളം ഓർമ്മയുടെ യാത്രയിൽ തൽപരരായിരിക്കുമോ അത്രയും സന്തോഷവും ഉണ്ടായിരിക്കും, മാനേഴ്സും ശരിയാകും. കാരണം പാവനവും ആകേണ്ടതുണ്ട്, ക്യാരക്ടേഴ്സും നന്നാക്കേണ്ടതുണ്ട്. തൻ്റെ പരിശോധന നടത്തണം. എൻ്റെ ക്യാരക്ടർ ആർക്കെങ്കിലും ദുഃഖം നൽകുന്നത് പോലെയുള്ളത് അല്ലല്ലോ. എനിക്ക് ഏതെങ്കിലും ദേഹാഭിമാനം വരുന്നില്ലല്ലോ. നല്ല രീതിയിൽ തൻ്റെ ഈ പരിശോധന നടത്തണം. ബാബ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികളായി നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു, പിന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പരിധിയില്ലാത്ത ബാബ കേവലം പഠിപ്പിക്കുന്നു. ബാക്കി എല്ലാവരും ദേഹധാരിയാണ്. ഇതിൽ മുഴുവൻ ലോകവും ഉൾപ്പെടുന്നു. ഒരു ബാബ തന്നെയാണ് വിദേഹി. ആ ഒന്ന് കുട്ടികളായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കും വിദേഹി ആകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളെ വിദേഹിയാക്കുവാൻ വന്നിരിക്കുന്നു. പവിത്രമായി തന്നെയാണ് അവിടേക്ക് പോവുക. മോശമായവരെ കൂടെ കൊണ്ടുപോവുകയില്ല. അതിനാൽ ആദ്യം മന്ത്രം തന്നെ ഇതാണ് നൽകുന്നത്. മായയെ വശത്താക്കാനുള്ള മന്ത്രമാണ് ഇത്. പവിത്രമാകാനുള്ള മന്ത്രമാണ് ഇത്. ഈ മന്ത്രത്തിൽ വളരെയധികം വിശേഷതകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ തന്നെയാണ് പവിത്രമാകേണ്ടത്, മനുഷ്യനിൽ നിന്നും ദേവതയാകേണ്ടത്. തീർച്ചയായും നമ്മൾ തന്നെ ദേവതയായിരുന്നു. അതിനാൽ ബാബ പറയുന്നു, തൻ്റെ സേഫ്റ്റി ആഗ്രഹിക്കുന്നു എങ്കിൽ, ശക്തനായ മഹാവീരൻ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പുരുഷാർത്ഥം ചെയ്യൂ. ബാബ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കും, ഡ്രാമയും പറഞ്ഞുകൊണ്ടിരിക്കും. ഡ്രാമയനുസരിച്ച് തീർത്തും ശരിയായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഭാവിയിലേക്ക് വേണ്ടിയും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കും. ഓർമ്മയുടെ യാത്രയിൽ ദുർബലമാകരുത്. പുറത്ത് കഴിയുന്ന ബന്ധനസ്ഥരായ ഗോപികമാർ എത്രത്തോളം ഓർമ്മിക്കുന്നോ അത്രയും മുന്നിലിരിക്കുന്നവർ പോലും ഓർമ്മിക്കുന്നില്ല. കാരണം അവർക്ക് ശിവ് ബാബയുമായി കണ്ടുമുട്ടാനുള്ള പിടച്ചിലുണ്ട്. ആര് കണ്ടുമുട്ടിയോ അവരുടെ വയർ നിറയുന്നത് പോലെയാണ്. ആര് വളരെയധികം ഓർമ്മിക്കുന്നുവോ അവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നു. നല്ല വലിയ സെന്റേഴ്സ് സംരക്ഷിക്കുന്ന മുഖ്യമായവരും ഓർമ്മയുടെ യാത്രയിൽ ദുർബലമാണ് എന്നത് കാണുന്നു. ഓർമ്മയുടെ മൂർച്ച വളരെ നന്നായി വേണം. ജ്ഞാനവാളിൽ ഓർമ്മയുടെ മൂർച്ച ഇല്ലാത്തത് കാരണം ആർക്കും അമ്പ് ഏൽക്കുന്നതേയില്ല, പൂർണ്ണമായും മരിക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ അമ്പെയ്ത് ബാബയുടേതാക്കുന്നതും മർജീവ ആക്കുന്നതിനും കുട്ടികൾ ശ്രമിക്കുന്നു.
എന്നാൽ മരിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ജ്ഞാനവാളിൽ കുഴപ്പമുണ്ട്. ബാബ അറിയുന്നുണ്ട്, ഡ്രാമ തീർത്തും ആക്യുറേറ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭാവിയിലേക്ക് വേണ്ടി മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുമല്ലോ. ഓരോരുത്തരും തൻ്റെ ഹൃദയത്തോട് ചോദിക്കൂ, നമ്മൾ എത്രത്തോളം ഓർമ്മിക്കുന്നു? ഓർമ്മയിലൂടെ തന്നെയാണ് ബലം വരുന്നത്. അതിനാൽ പറയുന്നു, ജ്ഞാനവാളിൽ മൂർച്ച വേണം. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമായ രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. എത്രത്തോളം ഓർമ്മയിലിരിക്കുമോ അത്രയും വളരെ മധുരമായി കൊണ്ടിരിക്കും. നിങ്ങൾ സദോപ്രധാനമായിരുന്നു, അപ്പോൾ വളരെ മധുരമായിരുന്നു. ഇപ്പോൾ വീണ്ടും സദോപ്രധാനം ആകേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വഭാവവും വളരെ മധുരമായിരിക്കണം. ഒരിക്കലും അതൃപ്തി ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും അതൃപ്തം ആകുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാകരുത്. ഇങ്ങനെ പരിശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ഈശ്വരീയ കോളേജ് സ്ഥാപിക്കുന്നതിൻ്റെ സർവീസ് വളരെ ഉയർന്നതാണ്. വിശ്വവിദ്യാലയം ഭാരതത്തിൽ വളരെയധികം പാടപ്പെടുന്നു. വാസ്തവത്തിൽ അതല്ല. വിശ്വവിദ്യാലയം ഒന്നേ ഉള്ളൂ. ബാബ വന്ന് എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. ബാബയ്ക്കറിയാം, മുഴുവൻ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരും ഇല്ലാതാകേണ്ടതുണ്ട്. ബാബയെ വിളിച്ചത് തന്നെ മോശമായ ലോകത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നതിനുമാണ്. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ബാബ വന്നിരിക്കുകയാണ്. ഇപ്പോൾ മായയുടെ എത്ര പോംപാണ്. ഫോൾ ഓഫ് പോംപിയ എന്ന കളിയും കാണിക്കുന്നു. വലിയ വലിയ കെട്ടിടങ്ങളും മറ്റും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പോംപാണ്. സത്യയുഗത്തിൽ ഇത്രയും നിലകളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെടുന്നില്ല. ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. കാരണം വസിക്കുന്നതിന് വേണ്ടി ഭൂമി കുറവാണ്. വിനാശം എപ്പോൾ നടക്കുന്നോ അപ്പോൾ എല്ലാ വലിയ വലിയ കെട്ടിടങ്ങളും നിലം പതിക്കുന്നു. മുൻപ് ഇത്രയും വലിയ വലിയ ബിൽഡിംഗ് നിർമ്മിച്ചിരുന്നില്ല. ബോംബുകൾ ഇടുമ്പോൾ കളിച്ചീട്ടുകൾ നിലം പതിക്കുന്നത് പോലെ വീഴും. ഇതിൻ്റെ അർത്ഥം അവർ മരിക്കുമെന്നും ബാക്കിയുള്ളവർ രക്ഷപ്പെടുമെന്നും അല്ല. അങ്ങനെയല്ല. ആര് എവിടെയായിരിക്കുമോ, സമുദ്രത്തിലായാലും ഭൂമിയിലായാലും ആകാശത്തായാലും പർവ്വതങ്ങളിലായാലും പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാം ഇല്ലാതായി പോകും. ഇത് പഴയ ലോകമാണല്ലോ. ഏതെല്ലാം 84 ലക്ഷം സ്പീഷീസ് ഉണ്ടോ ഇവയെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. അവിടെ പുതിയ ലോകത്തിൽ ഇവയൊന്നും ഉണ്ടായിരിക്കില്ല. ഇത്രയും മനുഷ്യർ ഉണ്ടായിരിക്കില്ല. കൊതുകോ ജീവജന്തുക്കളോ മറ്റോ ഉണ്ടായിരിക്കില്ല. ഇവിടെയാണെങ്കിൽ അനേകമുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളും ദേവതയാകുന്നു. അപ്പോൾ അവിടെ ഓരോ വസ്തുവും സദോപ്രധാനമായിരിക്കും. ഇവിടെയാണെങ്കിൽ വലിയ വ്യക്തികളുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ വളരെയധികം ശുചിത്വവും മറ്റും ഉണ്ടായിരിക്കും. നിങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ ദേവതയാകുന്നു. വലിയ വ്യക്തി എന്ന് പോലും പറയില്ല. നിങ്ങൾ വളരെ ഉയർന്ന ദേവതമാരാകുന്നു. ഇത് പുതിയ കാര്യമൊന്നുമല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പും നിങ്ങൾ നമ്പർ അനുസരിച്ച് ഇതായിരുന്നു. ഇത്രയും ഈ മാലിന്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കുകയില്ല. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. നമ്മൾ വളരെ ഉയർന്ന ദേവതയാകുന്നു. ഒരേ ഒരു ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നവൻ. ആ ഒന്ന് നമ്മളെ വളരെ ഉയർന്നവരാക്കുന്നു. പഠനത്തിൽ എപ്പോഴും നമ്പർ അനുസരിച്ച് പൊസിഷൻ ഉള്ളവരുണ്ട്. ചിലർ കുറച്ച് പഠിക്കുന്നു, ചിലർ കൂടുതൽ പഠിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ സെന്റേഴ്സ് തുറന്നുകൊണ്ടിരിക്കുന്നു. വലിയ വ്യക്തികൾക്ക് അറിയാൻ കഴിയുന്നതിനു വേണ്ടി ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗവും പാടപ്പെട്ടിട്ടുണ്ട്. വിശേഷിച്ച് വിദേശത്തുള്ളവർക്ക് രാജയോഗം പഠിക്കുന്നതിന് കൂടുതൽ ഉത്സുകതയുണ്ട്. ഭാരതവാസികളാണെങ്കിൽ തമോ പ്രധാന ബുദ്ധിയാണ്. മറ്റവർ പിന്നെയും തമോ ബുദ്ധിയാണ്. അതിനാൽ അവർക്ക് ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പഠിക്കുന്നതിൻ്റെ താല്പര്യമുണ്ട്.
ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പ്രസിദ്ധമാണ്. അതിലൂടെ തന്നെയാണ് ഭാരതം സ്വർഗമായിരുന്നത്. പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കുന്ന വളരെ കുറച്ചുപേരാണ് വരുന്നത്. സ്വർഗം അഥവാ ഹെവൻ പാസ്, അതായത് കടന്നുപോയി, അത് വീണ്ടും ഉണ്ടാകും. ഹെവൻ അഥവാ പാരഡൈസ് ആണ് ഏറ്റവും വണ്ടർ ഓഫ് വേൾഡ്. സ്വർഗത്തിൻ്റെ പേര് എത്ര പ്രസിദ്ധമാണ്! സ്വർഗവും നരകവും, ശിവാലയവും വേശ്യാലയവും. കുട്ടികൾക്ക് ഇപ്പോൾ നമ്പർ അനുസരിച്ച് ഓർമ്മയുണ്ട്. നമുക്ക് ഇപ്പോൾ ശിവാലയത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ പോകുന്നതിന് വേണ്ടി ശിവ് ബാബയെ ഓർമ്മിക്കണം. ആ ഒന്ന് വഴികാട്ടിയാണ്, എല്ലാവരെയും കൊണ്ടുപോകുന്നവനാണ്. ഭക്തിയെ പറയുന്നത് രാത്രി എന്നാണ്, ജ്ഞാനത്തെ പറയുന്നത് പകൽ എന്നാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പുതിയ വസ്തുവും പഴയ വസ്തുവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് ആഗ്രഹമുണ്ടാകുന്നു, ഇത്രയും ഉയർന്നതിലും ഉയർന്ന പഠനം, ഉയർന്നതിലും ഉയർന്ന കെട്ടിടത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ വലിയ ആൾക്കാർ വരും. ഓരോരുത്തർക്കായി ഇരുന്ന് മനസ്സിലാക്കിക്കേണ്ടി വരും. വാസ്തവത്തിൽ പഠനത്തിനും ശിക്ഷണത്തിനും വേണ്ടി ഏകാന്തതയുള്ള സ്ഥാനമുണ്ട്. ബ്രഹ്മജ്ഞാനികളുടെയും ആശ്രമം പട്ടണത്തിൽ നിന്നും ദൂരെ ദൂരെയായിരിക്കും. താഴെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്രയും മുകളിലുള്ള നിലയിലല്ല ഇരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ തമോ പ്രധാനമായത് കാരണം പട്ടണത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ ശക്തി ഇല്ലാതായിരിക്കുന്നു. ഈ സമയത്ത് എല്ലാവരുടെയും ബാറ്ററി ശൂന്യമാണ്. ഇപ്പോൾ ബാറ്ററിയെ എങ്ങനെ നിറയ്ക്കണം? ഇത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കില്ല. കുട്ടികൾക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്നതിലൂടെയാണ് ശക്തി വരുന്നത്. അതിനുവേണ്ടി മുഖ്യമായതാണ് ഓർമ്മ. അതിൽ തന്നെയാണ് മായയുടെ വിഘ്നമുണ്ടാകുന്നത്. ചിലരാണെങ്കിൽ സർജന്റെ മുന്നിൽ സത്യം പറയുന്നു, ചിലർ ഒളിപ്പിക്കുന്നു. ഉള്ളിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അത് ബാബയോട് പറയേണ്ടി വരും. ഈ ജന്മത്തിൽ എന്ത് പാപം ചെയ്തുവോ അത് അവിനാശി സർജന്റെ മുന്നിൽ വർണ്ണിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. കേൾപ്പിച്ചതിനു ശേഷം പിന്നെ നീറുകയില്ല. ഉള്ളിൽ സൂക്ഷിക്കുന്നതും നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. ആരാണോ സത്യസത്യമായ കുട്ടികൾ ആകുന്നത് അവർ എല്ലാം ബാബയോട് പറയുന്നു, ഈ ജന്മത്തിൽ ഇന്ന ഇന്ന പാപം ചെയ്തിട്ടുണ്ട്. ദിനം പ്രതിദിനം ബാബ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. തമോ പ്രധാനമായവരിൽ നിന്നും പാപം തീർച്ചയായും ഉണ്ടാകുമല്ലോ. ബാബ പറയുന്നു, വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ആരാണോ നമ്പർ 1 പതീതമായത് അദ്ദേഹത്തിൽ തന്നെയാണ് ഞാൻ പ്രവേശിക്കുന്നത്. കാരണം ആ ഒന്നിന് തന്നെയാണ് വീണ്ടും നമ്പർ 1ലേക്ക് പോകേണ്ടത്. വളരെ പ്രയത്നിക്കേണ്ടി വരുന്നു. ഈ ജന്മത്തിൽ പാപം ഉണ്ടായിട്ടുണ്ടല്ലോ. പലർക്കും നമ്മൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അറിയാൻ പോലും കഴിയുന്നില്ല. സത്യം പറയുന്നില്ല. ചിലരൊക്കെ സത്യം പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, കുട്ടികളെ, നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമാകുന്നത് കർമാതീത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. മനുഷ്യൻ വൃദ്ധനാകുന്നതനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങൾ ഓട്ടോമാറ്റിക്കലി ശാന്തമാകുന്നു. ഇക്കാര്യത്തിലാണെങ്കിൽ ബാല്യത്തിലെ തന്നെ ശാന്തമാകേണ്ടതാണ്. യോഗബലത്തിൽ നന്നായിരുന്നുവെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളുടെയും എൻഡ് ഉണ്ടായേനെ. അവിടെ അങ്ങനെയുള്ള ഏതെങ്കിലും മോശമായ രോഗമോ ചപ്പുചവറോ ഒന്നും ഉണ്ടായിരിക്കില്ല. മനുഷ്യർ വളരെ സ്വച്ഛവും ശുദ്ധവുമായിരിക്കുന്നു. അവിടെ രാമരാജ്യം തന്നെയാണ്. ഇവിടെ രാവണ രാജ്യമാണ്. അപ്പോൾ അനേകം പ്രകാരത്തിലുള്ള മലിനതയുടെ രോഗങ്ങളും മറ്റുമുണ്ട്. സത്യയുഗത്തിൽ ഇവയൊന്നും ഉണ്ടായിരിക്കില്ല. കാര്യം ചോദിക്കുകയേ വേണ്ട. പേര് തന്നെ എത്ര ഫസ്റ്റ് ക്ലാസ് ആണ്. സ്വർഗം, പുതിയ ലോകം എന്നെല്ലാം. വളരെയധികം ശുചിത്വം ഉണ്ടായിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നത്. ഇന്നലെ കേട്ടിരുന്നില്ല. ഇന്നലെ മൃത്യുലോകത്തിന്റെ അധികാരിയായിരുന്നു. ഇന്ന് അമരലോകത്തിന്റെ അധികാരിയാകുന്നു.
നിശ്ചയമുണ്ടാകുന്നു, ഇന്നലെ മൃത്യുലോകത്തിലായിരുന്നു. ഇപ്പോൾ സംഗമയുഗത്തിൽ വന്നതിലൂടെ അമരലോകത്തിൽ പോകുന്നതിനായി നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠിപ്പിക്കുന്നവനെയും ഇപ്പോൾ ലഭിച്ചു. ആര് നല്ല രീതിയിൽ പഠിക്കുന്നുവോ അപ്പോൾ പൈസയും മറ്റും നന്നായി സമ്പാദിക്കുന്നു. മഹത്വം പഠനത്തിൻ്റെതാണ് എന്ന് പറയും. ഇതും ഇങ്ങനെ തന്നെ. ഈ പഠനത്തിലൂടെ നിങ്ങൾ വളരെ ഉയർന്ന പദവി നേടുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രകാശത്തിലാണ്. ഇതും കുട്ടികളായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നിങ്ങളും പിന്നെ അടിക്കടി മറന്നു പോകുന്നു. പഴയ ലോകത്തിലേക്ക് പോയി കളയുന്നു. മറക്കുക എന്നാൽ പഴയ ലോകത്തിലേക്ക് പോവുക എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണർക്കറിയാം, നമ്മൾ കലിയുഗത്തിലല്ല. ഇത് സദാ ഓർമ്മ വയ്ക്കണം. നമ്മൾ പുതിയ വിശ്വത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ പുതിയ ലോകത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ശുദ്ധ അഹങ്കാരം. മറ്റേത് അശുദ്ധ അഹങ്കാരമാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഒരിക്കലും അശുദ്ധ ചിന്തകൾ പോലും വരാൻ പാടില്ലാത്തതാണ്. പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് ഒടുവിൽ അവസാനം റിസൾട്ട് പുറത്തു വരും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ സമയം വരെയും എല്ലാവരും പുരുഷാർത്ഥിയാണ്. പരീക്ഷ എപ്പോഴാണോ നടക്കുന്നത് അപ്പോൾ നമ്പർ അനുസരിച്ച് പാസ്സായി പിന്നെ ട്രാൻസ്ഫർ ആകുന്നു. നിങ്ങളുടേത് പരിധിയില്ലാത്ത പഠനമാണ്. അതിന് കേവലം നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. നിങ്ങൾ എത്ര മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പുതിയവർ വന്നുകൊണ്ടേയിരിക്കുന്നു, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിനായി. ദൂരെ കഴിയുകയാണെങ്കിലും കേട്ട് നിശ്ചയബുദ്ധിയുള്ളവരാകുന്നു. ഇങ്ങനെയുള്ള ബാബയുടെ മുന്നിലും പോകേണ്ടതാണ്. ഏതൊരു ബാബയാണോ കുട്ടികളെ പഠിപ്പിച്ചത് അങ്ങനെയുള്ള ബാബയുമായി നേരിട്ട് തീർച്ചയായും കൂടിക്കാഴ്ച നടത്തേണ്ടതാണ്. മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ വരുന്നത്. ചിലർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, മനസ്സിൽ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിച്ചുകൊള്ളൂ. ബാബ കാന്തമാണല്ലോ. ആരുടെ ഭാഗ്യത്തിലുണ്ടോ അവർക്ക് നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു. കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ആക്കുന്നു. ഇവിടെ ആരാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്? ഭഗവാൻ. ആ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാകുന്നു. ശിവ് ബാബ തന്നെയാണ് നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നത്. പിന്നെ ഏതൊരു പഠനമാണ് നല്ലത്? നിങ്ങൾ പറയും, നമ്മളെ ശിവ് ബാബ പഠിപ്പിക്കുന്നു. അതിലൂടെ 21 ജന്മങ്ങളിലേക്ക് ചക്രവർത്തി പദം ലഭിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിച്ച് കൊണ്ടുപോകുന്നു. ചിലരാണെങ്കിൽ പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കാരണം ഇത്രയും സർവീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബന്ധനത്തിൻ്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തുടക്കത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സ്വയം തന്നെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിച്ചു വന്നത്? ലഹരി പിടിച്ചവരെ പോലെ ആയിരുന്നു. ഇതും ഡ്രാമയിൽ പാർട്ടുണ്ടായിരുന്നു. ആ ആകർഷണമുണ്ടായി. ഡ്രാമയിൽ ഭട്ടി ഉണ്ടാകണമായിരുന്നു. ജീവിച്ചിരിക്കെ മരിച്ചു. പിന്നെ മായയുടെ നേർക്ക് ചിലരൊക്കെ പോയി കളഞ്ഞു. യുദ്ധം നടക്കുന്നുവല്ലോ. മായ നോക്കുന്നു, ഇന്നയാൾ വലിയ ധൈര്യം കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും ആഘാതമേൽപ്പിച്ചു നോക്കട്ടെ, ഉറച്ചവരാണോ അതോ അല്ലയോ എന്ന്. കുട്ടികളുടെ എത്ര പരിപാലനം നടന്നിരുന്നു. എല്ലാം പഠിപ്പിച്ചിരുന്നു. കുട്ടികളായ നിങ്ങൾ ആൽബവും മറ്റും നോക്കുന്നു. എന്നാൽ കേവലം ചിത്രം കണ്ടതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആരെങ്കിലും ഇരുന്ന് മനസ്സിലാക്കിക്കണം. എന്തെല്ലാമാണ് നടന്നിരുന്നത്, എങ്ങനെയാണ് ഭട്ടിയിലിരുന്നത്. പിന്നെ ചിലർ ഒരു രീതിയിൽ പുറത്തു വന്നു, ചിലർ മറ്റൊരു രീതിയിൽ. രൂപ അച്ചടിക്കുമ്പോൾ ചിലത് കേടായി പോകുന്നത് പോലെ. ഇതും ഈശ്വരീയ മിഷനറിയാണ്. ഈശ്വരൻ ഇരുന്ന് ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഈ കാര്യം ആർക്കും അറിയില്ല. ബാബയെ വിളിക്കുന്നുമുണ്ട്. പക്ഷേ മനസ്സാന്നിധ്യം ഇല്ലാത്തവരെ പോലെയാണ്. മനസ്സിലാക്കുന്നതേയില്ല. ഇതെങ്ങനെ സാധ്യമാകും എന്ന് പറയുന്നു. മായ രാവണൻ പൂർണ്ണമായും ഇങ്ങനെയാക്കി മാറ്റുന്നു. ശിവബാബയുടെ പൂജയും ചെയ്യുന്നു.
പിന്നെ സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ശിവ് ബാബ എന്നാണ് പറയുന്നത്. പിന്നെ സർവ്വവ്യാപി എങ്ങനെയാകും? പൂജ ചെയ്യുന്നു, ലിംഗത്തെ ശിവൻ എന്ന് പറയുന്നു. ഇതിൽ ശിവൻ ഇരിക്കുകയാണ് എന്ന് പറയുന്നില്ല. ഇപ്പോൾ കല്ലിലും മൺകട്ടയിലും ഭഗവാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം ഭഗവാൻ തന്നെ ഭഗവാനാണോ? ഭഗവാൻ അൺലിമിറ്റഡ് ആയിരിക്കുകയില്ലല്ലോ. അപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ മനസ്സിലാക്കിച്ചിരുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദിയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആരും അതൃപ്തമാകാത്ത വിധം മധുരമായ അന്തരീക്ഷം ഉണ്ടാക്കണം. ബാബയ്ക്ക് സമാനം വിദേഹിയാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഓർമ്മയുടെ ബലത്തിലൂടെ തൻ്റെ സ്വഭാവം മധുരവും കർമ്മേന്ദ്രിയങ്ങൾ ശാന്തവുമാക്കണം. സദാ ഈ ലഹരിയിലിരിക്കണം. ഇപ്പോൾ നമ്മൾ സംഗമയുഗിയാണ്, കലിയുഗിയല്ല. ബാബ നമ്മളെ പുതിയ വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നതിനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അശുദ്ധ ചിന്തകൾ സമാപ്തമാക്കണം. വരദാനം: അകാല സിംഹാസനത്തിലും ഹൃദയ സിംഹാസനത്തിലും ഇരുന്ന് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ഈ സമയത്ത് കുട്ടികളായ നിങ്ങൾക്കേവർക്കും 2 സിംഹാസനം ലഭിക്കുന്നു. 1 അകാല സിംഹാസനം, 2 ഹൃദയ സിംഹാസനം. എന്നാൽ ആർക്കാണോ രാജ്യമുണ്ടായിരിക്കുന്നത് അവർ തന്നെയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അകാല സിംഹാസനസ്ഥരായിരിക്കുമ്പോൾ സ്വരാജ്യ അധികാരിയാണ്. ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥരാണെങ്കിൽ ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയാണ്. അതിൽ രാജ്യഭാഗ്യമെല്ലാം ഉൾപ്പെടുന്നു. കർമ്മയോഗി എന്നാൽ 2 സിംഹാസനത്തിലും ഇരിക്കുന്നവർ. ഇങ്ങനെയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആത്മാവിൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠമായിരിക്കും. കാരണം എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ലോയും ഓർഡറും അനുസരിച്ച് നിലനിൽക്കുന്നു. സ്ലോഗൻ: ആരാണോ സദാ സ്വമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കുന്നത് അവർ തന്നെയാണ് ഗുണവാനും മഹാനും. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ
അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ, പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.